ഹലോ ഫ്രണ്ട്സ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മുഹറം 9 നോമ്പിൻ്റെ കുറച്ച് വിശേഷങ്ങളാട്ടോ. അപ്പം വീഡിയോയിലേക്ക് പോകാം എല്ലാവരും. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇത് ലോലിപ്പോപ്പാണ് കേട്ടോ, ബനാന ലോലിപ്പോപ്പ്. നല്ല ടേസ്റ്റാണ്. അതിന് ബ്രെഡിൻ്റെ പൊടിയൊക്കെ അങ്ങനെ മാവിൽ മുക്കിയിട്ട് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ മാവിൽ മുക്കിയതിന് ശേഷം പിന്നെ നമ്മൾ പഴംപൊരിൻ്റെ മാവില്ലേ അതിൽ മുക്കിയതിന് ശേഷം പിന്നെ ബ്രെഡിൻ്റെ പൊടിയിൽ കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ അങ്ങനെ സ്റ്റിക്കിൽ കുത്തിച്ച കാരണമല്ല, വലിയ പാത്രം വേണം ഫ്രൈ ചെയ്യാൻ. അപ്പോൾ അതവിടെ സെറ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കുറച്ച് കട്ട്ലേറ്റും പിന്നെ സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. മക്കൾക്കൊക്കെ നോമ്പിരുന്നു, അതുകൊണ്ട് മക്കൾക്ക് ഇതൊക്കെ വേണമെന്ന്, ചെറിയ മക്കളല്ലേ, അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ടാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടിനും കൂടെ ഒരു മസാല ഉണ്ടാക്കുന്നത് കേട്ടോ. അത് ഉള്ളി വാട്ടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് മസാല ആഡ് ചെയ്തെടുക്കണം കേട്ടോ. മുളക് പൊടിയും ചിക്കൻ മസാലയും പിന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മസാല ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ചിക്കൻ വേവിപ്പിച്ച ഒരു ഇതുണ്ടാവുമല്ലോ, വെള്ളം ഉണ്ടാവുമല്ലോ, അതന്നെ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ മസാല. അതിലേക്ക് ഞാൻ പിന്നെ ഇതിന് മസാല അല്ല ചിക്കന് വേവിപ്പിച്ചിട്ട് ഉപ്പും കുരുമുളകും ഇട്ട് പൊടിച്ചിട്ട് വേവിപ്പിച്ചിട്ട് അത് പിന്നെ മിക്സിയിലിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തിട്ടെടുക്കുന്നുണ്ട്. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് സമൂസകൾ കുറച്ച് മാറ്റി വെക്കാം കേട്ടോ. ഇനി ബാക്കിയുള്ളതിൽ കട്ട്ലേറ്റിൻ്റെ ഉരുളക്കിഴങ്ങ് മിക്സ് ആക്കാം. ഉരുളക്കിഴങ്ങ് ആദ്യം വേവിപ്പിച്ച് വെച്ചിരുന്നു. ഇത് കട്ട്ലേറ്റിൻ്റെ മോഡാട്ടോ. നമ്മൾ നോമ്പിന് വാങ്ങിയത്, നോമ്പ് പകുതി ആയപ്പോൾ ഓർഡർ ചെയ്യുമ്പോൾ ലാസ്റ്റ് കിട്ടിയത്. നല്ലതാട്ടോ. അതിൻ്റെ അടിയിൽ കുറച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ പൊടിയോ ഇട്ടിട്ട് അതിലേക്ക് നമ്മളിങ്ങനെ സെറ്റാക്കി കൊടുക്കുക. ഇത് മുകളിലും അതേപോലെ തന്നെ പിന്നെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് തട്ടിയതിന് ശേഷം പുറത്തേക്ക് എടുത്തതിന് ശേഷം, പുറത്തേക്ക് ഇടാൻ കുഴപ്പമൊന്നുമില്ല, ഒന്ന് തിരിച്ചും ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ബ്രെഡിൻ്റെ ഇതൊക്കെ ആക്കിയാൽ മതി കേട്ടോ. ഇതേപോലെ പിന്നെ സ്റ്റിക്കിൽ കുത്തിയിട്ട് ഇപ്പോൾ പഴംപൊരിയുടെ മാവ് തന്നെ ആ മാവ് ഇങ്ങനെ ഇട്ടിട്ട് അതിലേക്ക് തന്നെ ബ്രെഡിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ പഴംപൊരി ആദ്യം പൊരിച്ച് ചെയ്തിട്ട് എണ്ണ ചൂടായി നിൽക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോന്ന് പൊരിച്ചെടുക്കാം. ഇതൊക്കെ ചെയ്യാൻ തുടങ്ങി തന്നെ 6 മണിയാക്കി കേട്ടോ. പെട്ടെന്ന് അതുകൊണ്ട് വീഡിയോ ഫുള്ളൊന്നും എടുക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് വാങ്ങി കൊടുത്തതിന് ശേഷം മക്കൾക്കൊക്കെ നോമ്പുള്ളതല്ലേ, പെട്ടെന്ന് എല്ലാവരും നോമ്പ് കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു കേട്ടോ. ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ. അപ്പോൾ വീട്ടിൽ കമൻറ്റ് വീഡിയോയിൽ താഴെ ഇടണേ.